എന്നാൽ പെട്ര സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശമായതിനാൽ വേനൽക്കാലത്തും അവിടെ താപനില കുറവായിരുന്നു. അവിടെ ഗുഹകളിൽ തങ്ങുന്നത് കൂടുതൽ പ്രായോഗികമായിരുന്നു. ഏതായാലും അബ്ബാസികൾ മക്കയെ മാറ്റിയപ്പോൾ അവർ മക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തെ ജബൽ നൂർ എന്ന് നാമകരണം ചെയ്യുകയും അവിടുത്തെ ഒരു പാറയിടുക്കിന് ഹിറ എന്ന് വിളിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ ഹിറ പെട്രയിലെ തണുപ്പുള്ള കാറ്റടിക്കുന്ന കഅബയെ നോക്കി നിൽക്കുന്ന ആ പഴയ ഗുഹയായിരുന്നു എന്ന് ഗിബ്സൺ വിശ്വസിക്കുന്നു. ചരിത്രകാരന്മാർ ഇതിനെ എതിർക്കുന്നത് ഹിറ എന്നത് ഒരു പ്രത്യേക ഗുഹയല്ല, മറിച്ച് ഒരു ഏകാന്ത ഇടം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതാകാമെന്നും വിശ്വാസം ഭൂമിശാസ്ത്രത്തിന് അപ്പുറമാണ് എന്നുള്ളതുമാണ്. എങ്കിലും പെട്രയിലെ ആ ഗുഹയും അവിടുത്തെ മണ്ണും എന്നും ഈ നിഗൂഢതകൾക്ക് സാക്ഷിയായിട്ട് നിലകൊള്ളും. ഇസ്ലാമിക ചരിത്രത്തിലെ അതീവ വികാരനിർഭരമായ ഒരു സംഭവത്തിലേക്കാണ് ഇനി നമ്മുടെ ശ്രദ്ധ പോകുന്നത്. ഹിജ്റ 4-ാം വർഷം നടന്ന റജീവ് സംഭവത്തിൽ ഖുറൈശികൾ തടവുകാരനായി പിടിച്ചുകൊണ്ടുപോയ ഖുബൈബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ചരിത്രമാണ്. ഡാൽഗിബ്സന്റെ തത്വവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഒരു വലിയ തെളിവായി അവർ ഉയർത്തിക്കാട്ടാറുണ്ട്. മക്കയിൽ വധശിക്ഷ കാത്ത് കഴിയുകയായിരുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന വീട്ടിലെ സ്ത്രീ പിൽക്കാലത്ത് സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്. കയ്യാമ വെക്കപ്പെട്ട നിലയിൽ ഖുബൈബ് തന്റെ കയ്യിലിരുന്ന ഒരു വലിയ മുന്തിരിക്കുലയിൽ നിന്ന് മുന്തിരി തിന്നുന്നത് ഞാൻ കണ്ടു എന്നാണ്. അക്കാലത്ത് മക്കയിൽ ഒരിടത്തും ഒരു മുന്തിരി പോലും ഉണ്ടായിരുന്നില്ല. അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ വിഭവമായിരുന്നു. ഇങ്ങനെയാണ് ആ വിഭവം. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഇത് ഒരു കറുത്ത കറാമത്ത് അഥവാ അമുക്തമാണ്. എന്നാൽ ചരിത്രത്തെ ഭൗതികമായി മാത്രം വിശകലനം ചെയ്യുന്ന ഗിബ്സൺ ഇതിന് മറ്റൊരു വായന നൽകുന്നു. ഈ സംഭവത്തെ തുടർന്ന് ഗിബ്സൺ തന്റെ വാദങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മക്കയുടെ കടുത്ത ചൂടിലും വരണ്ട മണ്ണിലും മുന്തിരി സ്വാഭാവികമായിട്ട് വളരുകയില്ല. മക്കയിൽ മുന്തിരി ലഭ്യമില്ലാത്ത കാലത്ത് ഖുബൈബിന് അത് എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിന് ദൈവികമായ അത്ഭുതം എന്നതിനപ്പുറം ഭൗതികമായ ഒരു പശ്ചാത്തലമുണ്ടോ എന്ന് അദ്ദേഹം തിരയുന്നു. നബത്യ നഗരമായ പെട്ര അക്കാലത്ത് മുന്തിരി കൃഷിക്ക് പേരുകേട്ട ഇടമായിരുന്നു. പർവ്വതങ്ങൾക്കിടയിലെ തണുപ്പുള്ള കാലാവസ്ഥയും അവിടെ ഉണ്ടായിരുന്ന അത്യാധുനിക ജലസേചന സംവിധാനങ്ങളും കാരണം പെട്രയിൽ മുന്തിരി സമൃദ്ധമായിരുന്നു. ഏതായാലും ഗിബ്സന്റെ നിഗമനം ഇപ്രകാരമാണ്. ഖുബൈബ് തടവിലാക്കപ്പെട്ട നഗരം മക്കയല്ല, മറിച്ച് പെട്രയായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് മുന്തിരി ലഭിക്കുക എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. അബ്ബാസികൾ ചരിത്രം മാറ്റി എഴുതിയപ്പോൾ ഈ മുന്തിരി എന്ന ഭാഗം മാറ്റാൻ മറന്നുപോയതോ അല്ലെങ്കിൽ അത്ഭുതമായി നിലനിർത്തിയതോ ആവാമെന്ന് ഗിബ്സനും ഗിബ്സന്റെ കൂട്ടാളികളും വാദിക്കുന്നു. ഏതായാലും ഇരുണ്ട കടവറയിൽ കയ്യാമത്തിന്റെ ശബ്ദം മുഴങ്ങി. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഖുബൈബിന്റെ മുന്നിൽ പച്ചച്ചാർപ്പാർന്ന വലിയൊരു മുന്തിരിക്കുല. മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണലാരണത്തിൽ ഒരു തുള്ളി വെള്ളത്തിന് പോലും ദൗർബല്യമുള്ള സമയത്ത് ഈ മുന്തിരി എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു? കാവൽക്കാരി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ഇവിടെ ഗിബ്സന്റെ വായനയിൽ തടവറയുടെ ജനാലയുടെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് മക്കയുടെ വരണ്ട മലകളല്ല, മറിച്ച് പെട്രയുടെ പച്ചപ്പുള്ള താഴ്വരകളും മുന്തിരിത്തോപ്പുകളുമാണ്. എന്നാൽ പരമ്പരാഗത ചരിത്രകാരന്മാർ ഈ വാദത്തെ ഇങ്ങനെ നേരിടുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹു നൽകിയ ഭക്ഷണമാണ്. അതിന് ഭൂമിശാസ്ത്രപരമായ തെളിവുകളുടെ ആവശ്യമില്ല. മക്ക ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. തായിഫ് പോലെയുള്ള അടുത്തുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുന്തിരി മക്കയിൽ എത്തിച്ചിരുന്നു എന്നതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ മക്കയിൽ മുന്തിരി അന്യമായ ഒന്നാണ്. ചുരുക്കത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു കഴിച്ച ആ മുന്തിരിക്കുല ഇന്നും ചരിത്രത്തിൽ വലിയൊരു ചർച്ചാ വിഷയമാണ്. അത് വിശ്വാസികൾക്ക് ദൈവത്തിന്റെ അടയാളമാണെങ്കിൽ ഗിബ്സനെ പോലെയുള്ളവർക്ക് അത് ഇസ്ലാമിന്റെ ആദ്യകാല നഗരം പെട്രയായിരുന്നു എന്നതിന്റെ ഭൗതികമായ ഒരു തെളിവാണ്.
ഇസ്ലാമിക ചരിത്ര രചനകളിൽ പ്രത്യേകിച്ച് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ വേളയിൽ പാടപ്പെട്ട പ്രശസ്തമായ വരികളാണ് തൊല അൽ ബദറു അലൈന മിൻ സിനിയാത്തിൽ വദാഉ എന്ന്. ഡാൻ ഗിബ്സന്റെ പെട്ര സിദ്ധാന്തത്തിൽ ഈ സനിയ അല്ലെങ്കിൽ തനിയ അല്ലെങ്കിൽ സനിയാത്തുൽ വദാഉ എന്ന സ്ഥലനാമം ഒരു സുപ്രധാന തെളിവായിട്ട് മാറുന്നു. അതായത് സനിയാത്തുൽ വദാഉ എന്നാൽ യാത്രയായത്തിന്റെ മലയിടുക്ക് എന്നാണ് അർത്ഥം. മദീനയിലേക്ക് വരുന്നവരെയോ അവിടെ നിന്ന് പോകുന്നവരെയോ സ്വീകരിക്കുകയും യാത്രയയക്കുകയും ചെയ്തിരുന്ന ഒരു ഉയർന്ന പ്രദേശമാണ് ഇത്. പരമ്പരാഗതമായി ഈ സ്ഥലം മദീനയുടെ വടക്ക് ഭാഗത്താണെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ മക്കയിൽ നിന്ന് വരുന്ന ഒരാൾ മദീനയുടെ തെക്ക് ഭാഗത്ത് കൂടിയാണ് പ്രവേശിക്കേണ്ടത്. വടക്ക് ഭാഗത്തുള്ള ഒരു മലയിടുക്കിൽ നിന്ന് മക്കയിൽ നിന്നുള്ള പ്രവാചകനെ സ്വീകരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് ഗിബ്സൺ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രവുമല്ല, പെട്രയുടെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ ആ നഗരത്തിലേക്കുള്ള പ്രവേശനം തന്നെ പർവ്വതങ്ങൾക്കിടയിലുള്ള ഇടുങ്ങിയ മലയിടുക്കുകളിലൂടെയാണ് എന്ന് കാണാം. പെട്രയുടെ വടക്ക് ഭാഗത്തുള്ള മലയിടുക്കുകളിലൂടെയാണ് ഒരാൾ മദീനയിലേക്ക്, അതായത് തെക്കോട്ടേക്ക് യാത്ര തിരിക്കേണ്ടത്. പെട്രയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന പ്രവാചകനെ സ്വീകരിക്കാൻ നിൽക്കുന്നവർക്ക് ഈ മലയിടുക്കുകൾ കൃത്യമായ ഒരു സന്നിയായി അനുഭവപ്പെടും. മക്കയിലോ മദീനയിലോ ഇത്തരത്തിൽ വലിയൊരു പാസ് അല്ലെങ്കിൽ മലയിടുക്ക് ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇല്ല എന്നും, എന്നാൽ പെട്രയിൽ അത് നഗരത്തിന്റെ പ്രവേശന കവാടം തന്നെയാണെന്നും ഇവർ വാദിക്കുന്നു. മാത്രവുമല്ല, മണലാരണ്യത്തിലൂടെയുള്ള നീണ്ട യാത്രക്കൊടുവിൽ പ്രവാചകനും അനുചരന്മാരും ആ മലയിടുക്കിന്റെ അറ്റത്തെത്തുന്നു. വെളുത്ത വസ്ത്രമണിഞ്ഞ മദീനയിലെ അൻസാറുകൾ ആ ഇടുങ്ങിയ പർവ്വത പാതയ്ക്ക് സെനിയ ഇതിൽ നിന്ന് പാടുന്നു. ഇടവാങ്ങലിന്റെ മലയിടുക്കുകളിൽ നിന്ന് പൂർണ്ണചന്ദ്രൻ ഇവ ഉദിച്ചുയർന്നിരിക്കുന്നു എന്ന്. ഈ വരികളിൽ പറയുന്ന മലയിടുക്കുകൾ മക്കയുടെ മണൽക്കുന്നുകളല്ല, മറിച്ച് പെട്രയുടെ ചുവന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലെ പ്രകൃതിദത്തമായ കവാടങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഈ മറുവായന നമ്മളോട് പറയുന്നു. മാത്രമല്ല, സനിയ എന്ന വാക്കിന് രണ്ട് എന്നൊരർത്ഥം കൂടിയുണ്ട്. അതായത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴി. പെട്രയുടെ ഭൂമിശാസ്ത്രം പൂർണ്ണമായും ഇത്തരത്തിലുള്ള രണ്ട് കൂട്ടം പാറകൾക്കിടയിലുള്ള വഴികളാണ്. മക്കയിലോ മദീനയിലോ ഇത്തരമൊരു പ്രത്യേകമായ പേര് വരാൻ മാത്രമുള്ള ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഇല്ല എന്നതാണ് ഗിബ്സൺ മുന്നോട്ട് വെക്കുന്ന വാദം. ഈ വാദങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ്. ഇസ്ലാമിന്റെ ആദ്യകാല സ്മരണകളിലും ഗാനങ്ങളിലും മണ്ണിലും ഒളിഞ്ഞു കിടക്കുന്ന അടയാളങ്ങൾ ഇന്നത്തെ മക്കയേക്കാൾ പെട്രയോടാണ് സംസാരിക്കുന്നത് എന്ന് ഗിബ്സൺ വിശ്വസിക്കുന്നു. ചരിത്രകാരന്മാർ ഇതിനെ എതിർക്കുന്നത് സനിയ എന്നത് അറബികൾക്കിടയിൽ മലയിടുക്കുകൾക്ക് പറയുന്ന പൊതുവായ പേരാണ് എന്നും മദീനയിൽ അത്തരമൊരു സ്ഥലം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുമാണ്. എങ്കിലും തൊല അൽ ബദ്റു എന്ന ഗാനത്തിന്റെ പശ്ചാത്തലമായി പെട്രയുടെ ആ നിഗൂഢമായ മലയിടുക്കുകൾ കൂടുതൽ സിനിമാറ്റിക് ആയ ഒരു അനുഭവം നൽകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഈ സംവാദം ഇവിടെ അവസാനിക്കുന്ന ഒന്നല്ല. മക്കയുടെ നിശബ്ദതയും പെട്രയുടെ തകർന്നടിഞ്ഞ സ്മാരകങ്ങളും എന്നും ചരിത്ര കുതുകികളെ ഈ രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. അറബ് ഭാഷയിലെ പ്രയോഗങ്ങളെയും അവയുടെ ഭൂമിശാസ്ത്രപരമായ അർത്ഥങ്ങളെയും ഡാൻ ഗിബ്സൺ തന്റെ സിദ്ധാന്തത്തിനായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് തനിയ എന്ന പദം. മണ്ണ് അല്ലെങ്കിൽ ചെളി എന്ന അർത്ഥവുമായിട്ട് ഈ വാക്കിനെ ബന്ധിപ്പിക്കുമ്പോൾ അത് മക്കയേക്കാൾ പെട്രയുടെ പശ്ചാത്തലത്തോട് എങ്ങനെ ചേരുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ തനിയ എന്നാൽ പർവ്വതങ്ങൾക്കിടയിലുള്ള ഇടുങ്ങിയ പാത അല്ലെങ്കിൽ മലയിടുക്ക് എന്നാണ് അർത്ഥം. എന്നാൽ ചില പുരാതന പ്രയോഗങ്ങളിൽ ഇത് മണ്ണും ചെളിയും നിറഞ്ഞ വഴി എന്ന അർത്ഥത്തിലും വരുന്നുണ്ട്. മക്ക എന്നത് പ്രധാനമായിട്ടും കല്ലും പാറയും നിറഞ്ഞ വരണ്ട ഭൂമിയാണ്. അവിടെ പെയ്യുന്ന മഴ പെട്ടെന്ന് ഒലിച്ചു പോകുന്നവയാണ്. വലിയ തോതിൽ ചെളിയും മണ്ണും നിറഞ്ഞ തനിയകൾ മക്കയിൽ സ്വാഭാവികമല്ല. എന്നാൽ പെട്ര പർവ്വതങ്ങൾക്കിടയിലെ ഒരു താഴ്വരയാണ്. അവിടെയുള്ള ഇടുങ്ങിയ പാമ്പുകളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ മലകളിൽ നിന്നുള്ള മണ്ണും
എക്കലും അടിഞ്ഞുകൂടി ചെളി നിറഞ്ഞ വഴികളായിട്ട് മാറുന്നത് പതിവായിരുന്നു. പുരാതന കാലത്ത് ഈ വഴികൾ വൃത്തിയാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു. അത്തരം സംവിധാനങ്ങൾ തന്നെ പെട്രയിൽ ഉണ്ടായിരുന്നു. ഏതായാലും നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരണങ്ങളിൽ, പ്രത്യേകിച്ച് യുദ്ധയാത്രകളിലും ഹിജറ വേളയിലും തനിയകളിലൂടെ കടന്നു പോകുമ്പോൾ വസ്ത്രത്തിലോ കാലിലോ മണ്ണ് പുരണ്ടതിനെ കുറിച്ച് സൂചനകളുണ്ട്. ഗിബ്സന്റെ വാദം ഇപ്രകാരമാണ്: മണ്ണും കൃഷിയും സമൃദ്ധമായ ഒരു പ്രദേശത്ത് മാത്രമേ തനിയ എന്ന വാക്കിന് അതിന്റെ പൂർണ്ണമായ അർത്ഥം ലഭിക്കുകയുള്ളൂ. പാറക്കൂട്ടങ്ങൾ മാത്രമുള്ള മക്കയിലല്ല, മറിച്ച് മണ്ണും കൃഷിയും നീർച്ചാലുകളും ഉണ്ടായിരുന്ന പെട്രയിലാണ് ഈ പദപ്രയോഗങ്ങൾ കൂടുതൽ അർത്ഥവത്താകുന്നത്. ഏതായാലും മദീനയിലേക്കുള്ള യാത്രയിൽ ആ ഇടുങ്ങിയ മലയിടുക്കിലൂടെ പ്രവാചകന്റെ ഒട്ടകം നീങ്ങുമ്പോൾ മഴവെള്ളം ഒലിച്ചിറങ്ങിയ മണ്ണ് അഥവാ തനിയ ചക്രവാളത്തിൽ ചുവന്ന നിറം പടർത്തിയിരുന്നു. കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും പാദങ്ങളിൽ ആ നഗരത്തിലെ ചുവന്ന മണ്ണ് പറ്റിപ്പിടിച്ചു. ചരിത്രം എഴുതിയവർ പിന്നീട് ഈ മണ്ണിനെ കുറിച്ച് എഴുതിയപ്പോൾ മക്കയുടെ പാറകൾക്കിടയിൽ ആ മണ്ണ് എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കാൻ ആരും മുതിർന്നില്ല എന്നതാണ് ഗിബ്സന്റെ വാദം. ഇന്ന് മക്കയിൽ സനീയത്തുൽ കഥ, സനീയത്തുൽ ഖുദ എന്നിങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇവ കേവലം മലയിടുക്കുകൾ മാത്രമാണ്. ഇവയ്ക്ക് ഗിബ്സൻ പറയുന്നത് പോലെ കൃഷിയുമായിട്ടോ എക്കൽ മണ്ണുമായിട്ടോ വലിയ ബന്ധമില്ല. ഇതാണ് ചില ചരിത്രകാരന്മാരുടെ വാദം. അബ്ബാസികൾ പെട്രയിലെ ഭൂമിശാസ്ത്രപരമായ പേരുകൾ മക്കയിലേക്ക് പറിച്ചു നട്ടപ്പോൾ സംഭവിച്ച പൊരുത്തക്കേടാണിതെന്ന് ഈ സിദ്ധാന്തം വിശ്വസിക്കുന്നവർ വാദിക്കുന്നു. ചുരുക്കത്തിൽ തനിയ എന്ന വാക്ക് കേവലം ഒരു സ്ഥലനാമമല്ല, മറിച്ച് അത് ഒരു ദേശത്തിന്റെ പ്രകൃതിയെ കൂടി അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. മണ്ണും ചളിയും മലയിടുക്കുകളും ഒത്തുചേരുന്ന ആ പ്രദേശം പെട്രയായിരുന്നുവെന്ന് ഗിബ്സൻ അടിവരയിടുന്നു.